നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഞാൻ നേരിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ, നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. എന്നാൽ എപ്പോഴും ഞാൻ നേരിട്ട് വന്ന് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. എൻ്റെ ഒരു ഫോട്ടോയും എൻ്റെ ഒരു വോയിസ് ക്ലിപ്പ്, അതല്ലെങ്കിൽ ഈ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു സ്ക്രിപ്റ്റ് ആക്കിയിട്ട് ചില AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമിലേക്ക് ഇട്ട് നൽകിയാൽ, ഉദാഹരണത്തിന് ഹെയ്ജൻ പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്ക് നൽകിയാൽ, അവര് എൻ്റെ ഫോട്ടോയും എൻ്റെ ഓഡിയോയും എടുത്തിട്ട് ഒരു വീഡിയോ ആക്കി ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാം. അത് കണ്ടിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ യഥാർത്ഥത്തിൽ വന്നതല്ല എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെയും വന്നേക്കാം. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ പവർ. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ നേരിട്ട് വരാതെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് ഇന്ന് കഴിയും. അങ്ങനെയുള്ള AI ടൂളുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ നിർമ്മിക്കുവാൻ ഇക്കാലത്ത് കഴിയും. അതിന് സഹായകരമായ ഒരു പഠനത്തെക്കുറിച്ചാണ്, ഒരു കോഴ്സിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അതായത് AI ടൂളുകൾ നിർമ്മിക്കുവാൻ സഹായകരമായ ഒരു ടൂള്. അതിന് വലിയ ഹാർഡ് കോർ പ്രോഗ്രാമിംഗ് ഒന്നും അറിയണമെന്നില്ല. ഒരു സാധാരണക്കാർക്കും ഒരു +2 ഡിഗ്രിയോ ഒക്കെ കഴിഞ്ഞവർക്ക് അത്യാവശ്യ പ്രോഗ്രാമിംഗ് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ നിർമ്മിക്കുവാൻ കഴിയും. അപ്പോൾ അതിന് സഹായകരമായ ചില കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഒരു എക്സ്പേർട്ടിൽ നിന്ന് ആ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അവ എല്ലായിടത്തും AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേൾക്കുന്ന ഈ സമയത്ത് AI നമുക്കും പഠിക്കാം. വെറുതെ AI പഠിക്കുക എന്ന് മാത്രമല്ല, AI ടൂൾസ് നിർമ്മിക്കുവാനായിട്ട് വരെ കഴിയുന്ന ഒരു കോഴ്സ്, അതാണ് IPSR സൊല്യൂഷൻസ് ലിമിറ്റഡ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ആ കോഴ്സിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കൊന്നും മനസ്സിലാക്കാം. കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് IPSR സൊല്യൂഷൻസ് ലിമിറ്റഡിന്റെ CEO ആയിട്ടുള്ള ഡോക്ടർ മെൻഡസ് ജേക്കബ്, അദ്ദേഹം നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് IPSR സൊല്യൂഷൻസ് ലിമിറ്റഡ്. എന്ന് മാത്രവുമല്ല, അധ്യാപകർക്ക് ഈ മേഖലയിൽ ട്രെയിനിങ് നൽകുന്ന, അല്ലെ AI ടൂളുകൾ നിർമ്മിച്ചുകൊണ്ട് ഈ മേഖലയിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു കമ്പനിയാണ് IPSR സൊല്യൂഷൻസ് ലിമിറ്റഡ്. അപ്പോൾ അതിന്റെ CEOയിൽ നിന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. മെൻഡസ് സാർ, വെൽക്കം ടു കരിയർ പാത്വേ. താങ്ക് യു. ഓക്കെ സാർ, ഇപ്പം എല്ലാം AI മയമാണ്. എന്ത് പറഞ്ഞാലും ആളുകൾ അതിൻ്റെ കൂടെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് IPSRന്റെ ഒരു പ്രോഗ്രാം ഈ മേഖലയിലുണ്ടല്ലോ, അതിനെക്കുറിച്ച് സാർ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ജോഷു പറഞ്ഞ പോലെ നമ്മൾ AI എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്ക് AI പഠിക്കണം, അതാണ് പൊതുവെയുള്ള ഒരു ഡിമാൻഡ്. IPSR ഈ ഒരു മേഖലയിൽ കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ AI എല്ലാ സ്റ്റുഡൻസിനും പറ്റുന്ന വിധത്തിലുള്ള ഒരു കോഴ്സ്, അവർക്ക് AI ഇൻട്രസ്റ്റ് ആണെങ്കിൽ അവർക്കത് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ആ ടെക്നോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സാണ് ഇപ്പോൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതൊരു AI ടൂൾ ഡെവലപ്മെൻ്റ് ആണ്. ഇപ്പം നമുക്കറിയാം, സാധാരണ നമ്മൾ AI ടൂൾ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ PPT ചെയ്യാൻ അല്ലെങ്കിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമ്മൾ AI ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വന്തമായിട്ടൊരു AI ടൂൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ, അത് വെച്ചിട്ടാണ് ഈ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കഴിയുമ്പോഴേക്കും സ്വന്തമായിട്ടൊരു AI ടൂള് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. അത് പറയുമ്പോഴും ഈ സാധാരണഗതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത് ബിടെക് അല്ലെങ്കിൽ അങ്ങനെ നല്ല ഒരു ഈ മേഖലയിൽ നല്ല സ്കിൽഡ് ഉള്ളവർ പോകുന്ന ആയിട്ടാണ് കേൾക്കാറുള്ളത്. ഇങ്ങനെ ഒരു AI ടൂൾ ഡെവലപ്മെന്റ് ഇത് എല്ലാവർക്കും പഠിക്കാം എന്ന് പറയുന്നു. അപ്പോൾ അത് എന്തായിരിക്കും അതിൻ്റെ എലിജിബിലിറ്റി? എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ടെക്നിക്കൽ നോളജ് കാണണോ, അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് വേണോ? ആ കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാമോ? ഇവിടെ നമുക്ക് വേണ്ടത് പ്രോഗ്രാമിംഗ് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളായിരിക്കണം. എന്ന് വെച്ചാൽ ഒരു ഹാർഡ് കോഡ് പ്രോഗ്രാമർ ആകണമെന്നില്ല, അഡ്വാൻസ് ലെവലിലേക്കൊന്നും പോകണ്ട. അപ്പോൾ അത്യാവശ്യം പ്രോഗ്രാമിംഗ്, ഇപ്പോൾ അത് സ്കൂളിലൊക്കെ എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ, പൈത്തൺ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിക്കണം. പിന്നീട് ഇതിനോടൊരു പാഷൻ വേണം, കാരണം എല്ലാത്തിനും ഒരു ഇൻട്രസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതാണ് നമ്മളൊരു പ്രീ റിക്വസ്റ്റ് ഇതിന് വേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ ഈ മേഖലയിൽ താല്പര്യമുള്ള അത്യാവശ്യം ഒരു പ്രോഗ്രാമിംഗ് സ്കില്ലുള്ളവർക്ക് ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യാമെന്നാണ് സാർ പറയുന്നത്, അല്ലെ? ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻകോപ്പറേറ്റ് ചെയ്ത ടൂളുകൾ ഡെവലപ്പ് ചെയ്യാം എന്നാണ് സാർ പറയുന്നത്. അപ്പം ഇത് ഒരു ബേസിക് ലെവൽ കോഴ്സാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ഒരു ഹയർ വേർഷൻ കൂടി അവൈലബിൾ ആണോ? അതും കൂടി ഒന്ന് സൂചിപ്പിക്കാമോ? തീർച്ചയായിട്ടും.
നമുക്കറിയാം ഇപ്പം AI ആണല്ലോ എമർജ് ചെയ്യുന്ന ഒരു ടെക്നോളജി. അപ്പോൾ ഇതൊരു ബേസിക് ലെവൽ കോഴ്സാണ്. ഇതിന്റെ അടുത്ത ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ വിഷ്വലൈസേഷൻ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇപ്പോൾ MBA അല്ലെ BCom അല്ലെ ആർക്ക് വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ്. ഒരു ഡേറ്റ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു മോഡൽ. അതിനുശേഷം ഒരു ഫർദർ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ മെഷീൻ ലേണിംഗ് അവർക്ക് പഠിക്കാം. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് അവർക്ക് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇനി ഒരു അഡ്വാൻസ് ലെവലിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ അവിടെ ഡീപ്പ് ലേണിംഗ് പഠിച്ചിട്ട് AI എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇപ്പോൾ AI എമർജ് ചെയ്യുന്ന കുറേ ഏരിയാസ് ഉണ്ട്. ലൈക്ക് ഇപ്പം AI പ്രിഡിക്ഷൻ മോഡൽസ് ഉണ്ട്. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് നമുക്ക് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് നേരത്തെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയുള്ള മോഡൽസ് ആണ് പ്രിഡിക്ഷൻ മോഡൽസ് എന്ന് പറയും. അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ മോഡൽസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് തന്നെ AI ക്യാമറ ഒത്തിരി ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യമാണ് കേരളത്തിൽ. ഇപ്പോൾ AI ക്യാമറയിൽ എങ്ങനെയാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ ഞാൻ ബെൽറ്റ് ഇട്ട് അതെയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻ മോഡൽസ് ഉണ്ട്. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരം വന്നിരിക്കുന്നത് ഈ ജനറേറ്റീവ് AI ആണ്. LLMs എന്ന് പറയും, ലാർജ് ലാംഗ്വേജ് മോഡൽസ്. അതായത് ChatGPT ആണ് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ. എല്ലാവർക്കും അറിയാം ChatGPT നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. അപ്പം അങ്ങനെയുള്ള മോഡൽസ് ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജ് വരെയുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും അത് വളരെ അഡ്വാൻസ്ഡ് ലെവലിലുള്ള കോഴ്സാണ്. അപ്പോൾ ഏത് ലെവലിൽ ഉള്ള സ്റ്റുഡൻറ്റിന് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടുള്ള AI കോഴ്സസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് IPSRന് എന്ത് എക്സ്പെർട്ടൈസ് ആണ് ഈ മേഖലയിൽ ഉള്ളത്? അതൊന്ന് സാറ് സൂചിപ്പിക്കാമോ? IPSR തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നത്, നമുക്കൊരു ഡെവലപ്മെന്റ് ഡിവിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ വർഷങ്ങളായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, പ്രോഡക്ട്സ് ഉണ്ട് നമുക്ക്. അതോടൊപ്പം തന്നെ AI എമർജ് ചെയ്ത് വന്നപ്പം AI ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോഡക്റ്റ് നമ്മളിപ്പം റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു AI പ്ലാറ്റ്ഫോം ഉണ്ട്. അത് questionpaper.ai എന്ന് പറയും. അപ്പോൾ അവിടെ ടീച്ചേഴ്സിന് ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്യാൻ പറ്റും. സിലബസ് കൊടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്ത് കിട്ടും, അസസ്മെന്റ് ആക്ടിവിറ്റീസ് കിട്ടും. അങ്ങനെ ടീച്ചേഴ്സിന് പറ്റുന്ന വിധത്തിൽ ഒത്തിരി കാര്യങ്ങൾ യൂട്ടിലിറ്റി ഉള്ള ഒരു AI പ്ലാറ്റ്ഫോം ആണ് ഇത്. ഞാനും വൈഫും ഒക്കെ ഈ questionpaper.ai ഉപയോഗിച്ചുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ജനറേറ്റ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. എനിവേ, അത് IPSRന്റെ ഒരു പ്രോഡക്റ്റ് ആണ്. യെസ്, സാറിന് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് തൗസൻഡ്സ് ഓഫ് ടീച്ചേഴ്സ് ഇന്ന് ഈ questionpaper.ai യൂസ് ചെയ്യുന്നുണ്ട്. അവരൊത്തിരി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ അതിനകത്തു നിന്നൊക്കെ കിട്ടിയ ഒരു എക്സ്പെർട്ടൈസ്, നമ്മുടെ ഡെവലപ്മെന്റ് ടീമിന് കിട്ടിയ ഒരു എക്സ്പെർട്ടൈസ് വെച്ചിട്ടാണ് നമ്മളത് സ്റ്റുഡൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോഴ്സസ്, ന്യൂ ജനറേഷൻ കോഴ്സസ് നമ്മൾ ഇപ്പം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ലെവൽ മുതൽ ഇന്നിപ്പം PhD ചെയ്യുന്നവർ വരെ ഇവിടെ ഹെൽപ്പ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ MS ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ UK-ലും കാനഡയിലും US-ലും ഒക്കെ നമ്മുടെ സബ്സിഡിയറി കമ്പനി ഉണ്ട്. അവിടെ ഇന്റേൺഷിപ്പ് ആയിട്ട് സ്റ്റുഡൻസ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാ തരം സ്റ്റുഡൻസിനും പറ്റുന്ന വിധത്തിലുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ IPSR ഈ അധ്യാപകർക്കിടയിൽ ഇങ്ങനെയുള്ള കുറെ ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, അതും കൂടി ഒന്ന് സാറ് സൂചിപ്പിക്കാമോ? IPSR ഈ ഒരു കോവിഡിന്റെ സമയം മുതൽ എടുക്കുകയാണെങ്കിൽ ഒരു മോർ ദാൻ 25,000 ഫാക്കൽറ്റി മെമ്പേഴ്സിനെ, അത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റി പ്രൊഫസേഴ്സ്, അതുപോലെ തന്നെ കോളേജിലെ പ്രൊഫസേഴ്സിനെ നമ്മളിപ്പോൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടുതലും ട്രെയിനിങ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എങ്ങനെയാണ് ഇന്നോവേറ്റീവ് ടീച്ചിങ്, ലേണിംഗ്, അസസ്മെന്റ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുക, അതും AI ഉപയോഗിച്ച്. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഈ questionpaper.ai യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രെയിനിങ് അവർക്ക് കൊടുക്കുന്നുണ്ട്. അവരത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ ഗുവാഹട്ടി യൂണിവേഴ്സിറ്റി ആസാമുമായിട്ട് ചേർന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. 2600 ഫാക്കൽറ്റി മെമ്പേഴ്സ് ഓൾ ഓവർ ഇന്ത്യ, ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ട്, അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. വളരെ ഹാപ്പി ആയിട്ട് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അവർ ഈ ടൂളൊക്കെ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ AI കോഴ്സുകൾ ഓഫർ ചെയ്യുവാനായിട്ട് ആരൊക്കെയായിരിക്കും IPSRുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക? ഡെഫിനറ്റ്ലി IPSRന്റെ ഒരു ട്രെയിനിങ് ടീം കാണും, പിന്നെ അതിന്റെ ഡെവലപ്മെന്റ് ടീമും അസോസിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. വേറെ അങ്ങനെ ആരെങ്കിലും ഒക്കെ അസോസിയേറ്റ് ചെയ്യുന്നവരെ ഒന്ന് സൂചിപ്പിച്ചാൽ നല്ലതായിരിക്കും. നമ്മുടെ കോർ ടീമിൽ ഉള്ളത് നമ്മുടെ ഡെവലപ്മെന്റ് ഡിവിഷൻ, ഇപ്പൊ നമ്മുടെ ചീഫ് ആർക്കിടെക്ട് ആയിട്ടുള്ള സിജോ തോമസ് ഉണ്ട്. അദ്ദേഹത്തിന്റെ PhD AI-ലാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഡോക്ടർ സുനിൽ ജോബ് ഉണ്ട്. അദ്ദേഹം ഈ ഡേറ്റ വിഷ്വലൈസേഷൻ, ഡേറ്റ അനലിറ്റിക്സ് അങ്ങനെയുള്ള ട്രെയിനിങ് പ്രൊഫഷണൽസും കൊടുക്കുന്നയാളാണ്. 30 years എക്സ്പീരിയൻസ് ഉള്ളയാളാണ്. പിന്നെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോക്ടർ സുരേഷ് നമ്പൂതിരി ഉണ്ട്. അദ്ദേഹം ടാറ്റ മോട്ടോഴ്സിൽ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിരുന്നു. അതുപോലെ തന്നെ നാനോ കാറിന്റെ ഡിസൈനിലൊക്കെ അല്ലെ അസോസിയേറ്റ് ചെയ്ത ഞാൻ? അതെ, നാനോ കാറിന്റെ ഡിസൈനിലൊക്കെ അസോസിയേറ്റ് ചെയ്ത ആളാണ്. ടാറ്റ ഇൻഡിക്ക കാർ, ഫസ്റ്റ് ഇന്ത്യൻ കാർ ഡിസൈൻ ചെയ്ത ആളാണ്. 200+ പ്രോഡക്ട്സ് അദ്ദേഹം ഡിസൈൻ ചെയ്തിട്ടുണ്ട്.
7 കൺട്രീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് ജപ്പാനിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ലീഡിംഗ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ഈ പ്രോഡക്റ്റ് ഡെവലപ്മെന്റിനൊക്കെ ഇദ്ദേഹത്തിന്റെ ഒക്കെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സെന്റ് ജോൺ എന്ന് പറയുന്ന ഹീസ് ആക്ച്വലി നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സർവീസ് ഡിവിഷന്റെ ഹെഡാണ്. അദ്ദേഹത്തിന് 15+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്, ബോത്ത് ഇന്ത്യ ആൻഡ് UK. അപ്പം അദ്ദേഹമാണ് ഈ ക്ലൗഡ് ഡെവോപ്സ് ഓപ്പൺഷിഫ്റ്റ് ട്രാക്കിലേക്കുള്ള ട്രെയിനിങ് ആ ടീമിനെ ലീഡ് ചെയ്തു. കാരണം ഇത് രണ്ടും അസോസിയേറ്റ് ചെയ്ത് പോകേണ്ടതാണ്. അപ്പം നമ്മൾ AIയോടൊപ്പം തന്നെ ഓപ്പൺ ഷിഫ്റ്റ് എമർജ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, അതും ഇതിന്റെ ചേർന്ന് പോകേണ്ടതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത്. നമ്മുടെ റിസോഴ്സ് പേഴ്സൺസ് എല്ലാം വെൽ എക്യുപ്ഡ് ആണ്. അവരുടെ ലീഡർഷിപ്പിലാണ് മറ്റു ടീം വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഇവരിൽ ഇങ്ങനെ ഈ സാറ് സൂചിപ്പിച്ച ഈ എക്സ്പേർട്സിൽ ആരെങ്കിലും ഒക്കെ ഈ വീഡിയോയിലൂടെ ഒന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ അവരുമായിട്ട് ഈ കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പൊ അതിനൂടെയുള്ള ഒരു ശ്രമം ഞാൻ നടത്താം. സുനിൽ സാർ, ഓൺലൈനിൽ വന്നതിലുള്ള വെൽക്കം. ഓക്കെ, സാറേ, സാറുമായിട്ട് കണക്ട് ചെയ്തത് 1-2 കാര്യങ്ങളൊന്ന് അറിയാനായിട്ടാണ്. നമ്മൾ ഇപ്പൊ IPSRൽ ഇങ്ങനെയുള്ള ഈ ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഏത് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്കും പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അവസരങ്ങൾ ഇതൊക്കെ ഒന്ന് സൂചിപ്പിക്കാമോ? ഓക്കെ, കാര്യം വളരെ റെലവെന്റ് ആയിട്ടുള്ള ചോദ്യം. കാര്യം ഈ ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് പലപ്പോഴും ഉള്ള ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. ശരിക്കും അത് അങ്ങനെയല്ല. കാര്യം ഡാറ്റ സയൻസ് എന്ന് പറയുന്നത് അത് ഏത് ഡൊമൈൻ സ്പെസിഫിക് അല്ല. ഇപ്പൊ ഏത് ഏരിയയിലും ഉള്ള വ്യക്തിക്ക് നമുക്ക് ഈ ഡാറ്റ സയൻസ് കമ്പാക്റ്റബിൾ ആണ്. അപ്പൊ അതിന് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വളരെ ഹയർ എൻഡ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ആവശ്യങ്ങളൊന്നുമില്ല. എന്നാൽ വലിയൊരു ടെക്നോളജിയുടെ ഒരു ഹയർ ലെവൽ നോളജും ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം ഒരു സോഫ്റ്റ്വെയർ ഒക്കെ കൈകാര്യം ചെയ്യാവുന്ന ഒരു എക്സ്പെർട്ടൈസും, അതുപോലെ തന്നെ അത് ഒരു പാഷൻ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് റൈറ്റ് ഫ്രം വാട്ട് ഈസ് ഡാറ്റ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തുടങ്ങി നമ്മൾ റിയൽ ടൈമിൽ നിന്നുള്ള ഇതിനെയൊക്കെ കണക്ട് ചെയ്തിട്ടാണ് നമ്മളുടെ കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റിയൽ ടൈം എക്സ്പീരിയൻസിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ അതിന്റെ ഡെലിവറി ചെയ്യുന്ന മെത്തഡോളജി എന്ന് പറഞ്ഞാൽ റിയൽ ടൈം പ്രാക്ടിക്കൽസ് ഉൾപ്പെടെയാണ് ഡെലിവറി ചെയ്യുന്നത്. അതെ. അപ്പൊ ഞാനത് പറയാൻ കാരണം എന്ന് പറയുന്നത്, എനിക്ക് വലിയ ഒരു ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജോ അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമില്ല. നമ്മളൊരു റിയൽ ടൈം എക്സ്പീരിയൻസിൽ നിന്നുള്ള സിറ്റുവേഷൻസ് ആണ് നമ്മളുടെ കരിക്കുലത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ സാറേ, എനിക്കറിയേണ്ടത് നമ്മളുടെ ഈ AI ഈ ഒരു കോഴ്സ് ഉണ്ടല്ലോ, ഇപ്പം ഇതിലോട്ട് ഈ ഡേറ്റ അനലിറ്റിക്സ്, ഡേറ്റ സയൻസ് ഒക്കെ എങ്ങനെയായിരിക്കും അതൊരു ഇന്റഗ്രേഷൻ നടക്കുക, അതും കൂടി ഒന്ന് സൂചിപ്പിക്കാം. അതെ, അപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഡാറ്റ അനാലിറ്റിക്സ് ആണ് അതിന്റെ റോഡ് മാപ്പിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. നമ്മൾ ഗ്രാജുവലി അവിടെ നിന്ന് നമ്മൾ സ്റ്റുഡൻസിന് കൊണ്ടുപോകുന്നത് അതിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ എന്നുള്ള രീതിയിൽ മെഷീൻ ലേണിംഗ് എന്നുള്ള ആർക്കിടെക്ചറിലേക്ക് കൊണ്ടുപോകും. ആ മെഷീൻ ലേണിംഗിൽ നിന്നാണ് അടുത്ത ലെവലായിട്ടുള്ള ആ ഡീപ്പ് ലേണിംഗ് ആർക്കിടെക്ചറിലേക്ക് സ്റ്റുഡൻസിനെ കൊണ്ടുപോകും. അപ്പൊ ഈ ഡീപ്പ് ലേണിംഗ് ആർക്കിടെക്ചറിലൂടെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ നമ്മളെ AI ബേസ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസിന്റെ ഒക്കെ ലേണിംഗ് നടക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ ChatGPT ഒക്കെ ആണെങ്കിലും അതിന്റെ ബാക്ക് എൻഡില് ലേണിംഗ് നടക്കുന്നത് ഈ ഡീപ്പ് ലേണിംഗ് ആർക്കിടെക്ചറിലൂടെയാണ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് എന്നതിലൂടെയാണ്. അപ്പൊ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ ആ ഒരു വളരെ സ്ട്രക്ചർഡ് ആയിട്ടുള്ള രീതിയിലാണ് അതിന്റെ പ്രോഗ്രഷൻ മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ സാറ് പറയാനായിട്ട് ശ്രമിച്ചത് ഈ AI കോഴ്സിൽ ഡേറ്റ അനലിറ്റിക്സിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചുകൂടിയാണ് പറയാനായിട്ട് ശ്രമിച്ചത്. എനിവേ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, യെസ്. അപ്പൊ സെന്നെ, ഇതിന്റെ നമ്മളൊരു തിയറി കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ, അതോ ഇതിന്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് പിള്ളേർക്ക് കിട്ടുന്ന പോലെ എന്തെങ്കിലും ഈ IPSRൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടോ? അതുകൊണ്ട് ഒന്ന് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും തിയറി മാത്രമല്ല, പ്രാക്ടിക്കലും ഉണ്ട്. കാരണം കോഴ്സിനകത്ത് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഈ ടെക്നോളജിയെ പറ്റിയുള്ള ഒരു അവയർനെസ് കിട്ടുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇന്നത്തെ കാലത്ത് നമ്മളായിട്ട് തന്നെ A to Z ചെയ്യേണ്ട ആവശ്യമില്ല. വിത്ത് ഹെൽപ്പ് ഓഫ് AI, കോഡിംഗ് ആണെങ്കിൽ കോഡിംഗ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ AWS ആയിക്കോട്ടെ, അഷറിലായിക്കോട്ടെ, ഓപ്പൺ ഷിഫ്റ്റിലായിക്കോട്ടെ, ഒരു ഗിറ്റോപ്സ് മെത്തഡോളജി ഉപയോഗിച്ച് സോഴ്സ് കോഡ് ഗിറ്റിൽ പ്ലേസ് ചെയ്യുന്നു, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി അതാത് ക്ലസ്റ്ററിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തിയറിറ്റിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രമല്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള അസൈൻമെന്റ്സും തരും. വിത്ത് ഹെൽപ്പ് ഓഫ് നമ്മളുടെ മെന്റേഴ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ടേഴ്സ്, ട്രെയിനേഴ്സ് എല്ലാം അവരത് നിങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് ശരിയാണോ അതിൽ കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് നൽകുകയും ഈ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കും. ഈ ഡെവോപ്സ് അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഈ മേഖലയിലെ അവസരങ്ങളിലേക്ക്
ഇവരെ ഈ ഒരു ഇതിലൂടെ നമുക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. എനിവേ, താങ്ക് യു സെൻ ഫോർ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു. യാ, ഓക്കെ. സുരേഷ് സാർ, നമസ്കാരം. നമസ്കാരം. ഓക്കെ. ഈ IPSRന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കോഴ്സ് പഠിക്കുന്ന കുട്ടികളോട് സാറിന് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനായിട്ടുള്ളത്? ഈ IPSRന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കോഴ്സിന്റെ ഡിഫറൻസ് ഞാൻ നോക്കുമ്പോൾ അതിൽ കാണുന്നത് അത് AI കുറിച്ചുള്ള വിഷനറീസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോഴ്സ് സ്ട്രക്ചറാണ്. അവർക്ക് സ്റ്റുഡൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാം, AI പറ്റി അറിയാം, അതുപോലെ തന്നെ AI എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം, അതുപോലെ തന്നെ AIയുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ അറിയാം. ഈ 4 കോമ്പിനേഷൻ ഒന്നിച്ചാലേ ഒരു നല്ലൊരു കോഴ്സ് ഉണ്ടാക്കാൻ പറ്റൂ. ആ ടൈപ്പ് കോഴ്സസ് ആണ് ഞാനിവിടെ ഇതിലെ IPSRൽ കാണുന്നത് എന്ന് തന്നെയല്ല, വേറെ സ്ഥലത്ത് കാണുന്നുമില്ല. ഓക്കെ, താങ്ക് യു സാർ. സാർ, ഇതിന്റെ പ്ലേസ്മെന്റ് കാര്യങ്ങൾ അതും കൂടി ഒന്ന് സൂചിപ്പിക്കാമോ? ഓക്കെ, നമ്മൾ AI ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കോഴ്സസ് വരുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഇതൊരു ഹോട്ട് ഏരിയയാണ്. അപ്പം നമ്മുടെ IPSRലെ പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ പ്ലേസ്ഡ് ആകുന്ന വരെ ഒരു സ്റ്റുഡൻറ്റിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള. ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ് അവരോട് പോകാൻ പറയുകയല്ല ചെയ്യുന്നത്. ഈവൻ കോഴ്സ് കഴിഞ്ഞിട്ട് അവർ പ്ലേസ്ഡ് ആകാൻ ഡിലേ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ടീമുണ്ട്. അതിൻ്റെ പുറകിൽ ഒരു ഡെഡിക്കേറ്റഡ് ടീമുണ്ട്. അവരിവരെ കോൺടാക്ട് ചെയ്യുകയും ഇന്റർവ്യൂ അറേഞ്ച് ചെയ്യുകയും അതുപോലെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക് എടുക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ആ സ്റ്റുഡൻറ്റ് പ്ലേസ്ഡ് ആകുന്നവരെ ഈ ഒരു ടീം ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ പ്ലേസ്മെന്റ് ആക്ടിവിറ്റീസ് തുടങ്ങും. കാരണം അവർ കോഴ്സിന് ജോയിൻ ചെയ്ത് അധികം താമസിക്കാതെ തന്നെ ഈ ഡെഡിക്കേറ്റഡ് ടീമിലേക്ക് ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കും. അവർ റെസ്യൂമി പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ മോക്ക് ഇന്റർവ്യൂ നടക്കാനും അങ്ങനെയുള്ള പാരലായിട്ടുള്ള ആക്ടിവിറ്റീസ് അവിടെ നടക്കും. ഇത് നമ്മളെപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്, പ്ലേസ്മെന്റ് കിട്ടുന്നവരെ സ്റ്റുഡൻറ്റിനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ. ഈവൻ കോഴ്സ് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞാണെങ്കിൽ പോലും ഒരുപക്ഷെ ചിലർക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നീടായിരിക്കും വരിക പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട്. കാരണം അവർക്ക് എന്തെങ്കിലും അത്യാവശ്യം മറ്റു വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടോ മാറി നിൽക്കേണ്ടി വരുന്നു. അപ്പം ഇങ്ങനെ ഒരു സപ്പോർട്ടാണ് എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക. അതും ഈ ഒരു ടെക്നോളജി വരുമ്പോൾ ഇപ്പോൾ ക്ലൗഡ് ആൻഡ് ഡെവോപ്സ് ആണെങ്കിൽ കംപ്ലീറ്റ് കോഴ്സ് കഴിയണമെന്നില്ല. ചില സ്റ്റുഡൻസ് ആദ്യത്തെ മോഡ്യൂൾ കഴിയുമ്പോൾ തന്നെ പ്ലേസ്ഡ് ആവും. അപ്പോൾ ചിലർക്ക് അവസാനം വരെ പോകണമെന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ആ ലെവലിലേക്ക് പോകാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് നമ്മൾ AIയുടെ കേസിലും. ഇപ്പോൾ ഡേറ്റ അനലിറ്റിക്സ് അല്ലെ ഡേറ്റ വിഷ്വലൈസേഷൻ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ കുറേ സ്റ്റുഡൻസ് അത് കഴിയുമ്പോൾ ഒരു പ്ലേസ്മെന്റിന് പോകും. അതിനുശേഷം പിന്നീട് വന്ന് AIയിലേക്ക് വരുന്നവരുണ്ടാവും. നേരത്തെ ഡെവോപ്സിലേക്കൊക്കെ ഇപ്പോൾ അങ്ങനെ സ്റ്റുഡൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ ട്രാക്കും കഴിയുമ്പോൾ അവർക്ക് വേണമെങ്കിൽ പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ കമ്പനികൾ നമുക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. ജോബ് എ ഡേ എന്നുള്ള ഒരു മെസ്സേജാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഒരു ദിവസം ഒരു കമ്പനിയെങ്കിലും നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഏതെങ്കിലും ടെക്നോളജിയിൽ ഒരു കമ്പനിയെങ്കിലും മിനിമം നമുക്ക് എല്ലാ ദിവസവും കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് നമ്മൾ വെബ്സൈറ്റിലും ഡിസ്പ്ലേഡ് ആണ്. പ്ലേസ്ഡ് ആയിരുന്ന സ്റ്റുഡൻസിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അവിടെയുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഡോക്ടർ ബ്രിജേഷ് അതിനൊത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്ലേസ്മെന്റ് കാര്യത്തിൽ. ബ്രിജേഷിനെ കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ കമ്പനികളുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം വർഷങ്ങളായിട്ട് IPSRന്റെ 25th ഇയർ ആയതുകൊണ്ട് തന്നെ ഈ 25 ഇയേഴ്സിന്റെ ഒരു ഈ ഇങ്ങനെ ഇൻഡസ്ട്രിയുമായിട്ടുള്ള ഒരു കണക്റ്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊക്കെ കമ്പനികളാണ് റിക്രൂട്ട് ചെയ്യുന്നത്, അവരുടെ റിക്വയർമെന്റ്സ് ഏതാണ് എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ആ റിക്വയർമെന്റ്സ് പ്രകാരം സ്റ്റുഡൻസിനെ ഡെവലപ്പ് ചെയ്യുന്നതിനും അതിലൂടെ കമ്പനികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ല് സ്റ്റുഡൻസ് ഡെവലപ്പ് ചെയ്യാനും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിക്രൂട്ട്മെന്റ് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ കമ്പനികളുടെ ഒരു ഡേറ്റാബേസ് ഉള്ളത് കൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഇൻഫോ പാർക്കിലും ടെക്നോ പാർക്കിലും ഉള്ള കമ്പനികളുടെ ഒരു ഡേറ്റാബേസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവരുടെ പ്ലേസ്മെന്റ് കുറേ കൂടെ സുഗമമാക്കുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കുട്ടികളെ പ്ലേസ്മെന്റിലേക്ക് എത്തിക്കുവാനായിട്ട് കഴിയുമെന്ന്. അതോടൊപ്പം തന്നെ നമ്മുടെ അലൂമിനി അതൊരു വലിയൊരു സ്ട്രെങ്ത് ആണ്. കാരണം നമ്മുടെ ആദ്യം മുതലുള്ള അലൂമിനി ഒക്കെ ഇപ്പോൾ ടോപ്പ് പൊസിഷനിലാണ് പല കമ്പനികളും ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ചെന്ന് കഴിഞ്ഞാൽ അവരായിരിക്കും ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ആ ഒരു കമ്പനി നമ്മുടെ ഒരു ഓർഗനൈസേഷനോടുള്ള ഒരു സ്നേഹവും അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസ് ചെല്ലുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവരെ മാക്സിമം ഒരു സപ്പോർട്ട് ചെയ്യുകയും ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് പ്ലേസ്മെന്റ് കാര്യത്തിൽ. അതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ സാറേ ഈ ആർക്കെങ്കിലും ഒക്കെ ഈ AI കോഴ്സ് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതെങ്ങനെയായിരിക്കും നമ്മൾ ഡെലിവറി ചെയ്യുക? ഓൺലൈനിലൂടെയാണോ ഓഫ്ലൈനിലൂടെയാണോ? അഡ്മിഷൻ ഒക്കെ എങ്ങനെയായിരിക്കും? ആ കാര്യങ്ങളൊന്ന് സൂചിപ്പിക്കാമോ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബേസിക് ലെവൽ കോഴ്സ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ചവരാണെങ്കിൽ അവർക്ക് അടുത്ത മോഡ്യൂളിലേക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ AI ടൂൾ ഡെവലപ്മെന്റ് ആണ് ഇമ്മീഡിയറ്റ് നമ്മൾ ഇപ്പം കുറേ സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അവർക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നമ്മളിത് കൊടുക്കുന്നുണ്ട്. ബ്ലെൻഡഡ് മോഡലാണ്. അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലുള്ള, ഇന്ത്യക്ക് വെളിയിലുള്ള സ്റ്റുഡൻസ് നമുക്ക് ധാരാളമുണ്ട്. അത് ഓൺലൈൻ മോഡലിൽ കൂടെ തന്നെ അത് പോകും. അതുപോലെ തന്നെ ഹൈബ്രിഡ് മോഡുണ്ട്. ഓൺലൈനും കുറച്ച് ഓഫ്ലൈനും ആയിട്ടുണ്ടാവും. പിന്നെ ഓഫ്ലൈൻ ഉണ്ട്, നമുക്ക് നമ്മുടെ ബ്രാഞ്ചിലൊക്കെ വന്ന് അവർക്ക് പഠിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഈ ഒരു ലേണിംഗ് മാനുവൽ സിസ്റ്റം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കണ്ടന്റ് ഉണ്ട്, വീഡിയോസ് അവൈലബിൾ ആണ്, ടാസ്ക് ഒക്കെ അവർക്ക് അവിടെ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഓൾറെഡി ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓൾറെഡി കോളേജുകളിൽ തന്നെ അല്ലെ ഇത് ആഡ് ഓൺ ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ട് അല്ലേ? ഇത് നമുക്ക് കോളേജുകളിൽ ഇപ്പം ആഡ് ഓൺ ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതും ഓൺലൈനായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ആഡ് ഓൺ കോഴ്സ് ആയിട്ട് പല കോളേജുകളും ഇത് ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FDP ഒക്കെ നമ്മൾ നടത്തുമ്പോൾ 2500 പേരുടെ FDP നമ്മൾ നടത്തിയത് ഓൺലൈനായിട്ടാണ് കംപ്ലീറ്റ്. ദേ ആർ ഓൾ സാറ്റിസ്ഫൈഡ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളതുകൊണ്ട് ഏത് മോഡലും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, IPSRനെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. ഒരുപക്ഷെ പലർക്കും അറിയായിരിക്കും. 10-25 കൊല്ലമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. എങ്കിലും IPSRനെ കൂടി ഒരല്പം കൂടി ഒന്ന് പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. IPSR ഇപ്പം 25th ഇയർ ജൂബിലി ഇയറിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്ന് നമ്മുടെ ഡെവലപ്മെന്റ് ഡിവിഷനാണ്. നമുക്ക് പ്രോഡക്ട്സ് ഉണ്ട്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ അക്കാഡമിക്സിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ അല്ലെ ഓട്ടോണമസ് കോളേജുകൾ അവരുടെ എക്സാമിനേഷൻ നടത്താനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്യാനൊക്കെ നമ്മുടെ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ OB ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനും അവിടെ മെന്ററിംഗ് ഒക്കെ കൊടുക്കുന്നത് നമ്മൾ ധാരാളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ട്, കോളേജുകൾക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ റീസെന്റ് ആയിട്ട് നമ്മൾ AI വന്നതോടുകൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. നമുക്ക് സ്വന്തമായിട്ടൊരു LLM, ഒരു ChatGPT പോലെ ഒരു മോഡൽ നമ്മളിപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സ്റ്റുഡൻസിന് ട്രെയിനിങ്ങിൽ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഡെവലപ്മെന്റ് ഡിവിഷനുള്ള ആ ഒരു എക്സ്പെർട്ടൈസ് അത് സ്റ്റുഡൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ്. അപ്പോൾ ട്രെയിനിങ്ങിലാണെങ്കിൽ നമുക്ക് റെഡ് ഹാറ്റിന്റെ പാർട്ട്ണറാണ്. ക്ലൗഡ്, ഡെവോപ്സ്, ഈ എമർജിങ് ഏരിയ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. വേൾഡിലെ തന്നെ നമ്മൾ ലീഡറാണ്. നമുക്കൊരു 37 അവാർഡ്സ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം AI വരുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈവൻ ചില സ്റ്റുഡൻസിന് അവർക്കൊരു സ്വന്തമായിട്ടൊരു LLM, ഒരു ലാർജ് ലാംഗ്വേജ് മോഡൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു എക്സ്പെർട്ടൈസ് വെച്ചിട്ട് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാനും ഒക്കെ ഉള്ള പോസിബിലിറ്റീസ് അവിടെയാണ്. ഓക്കെ, അപ്പം IPSR ഓഫർ ചെയ്യുന്ന ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിലെ പല കോഴ്സുകൾ അത് താല്പര്യമുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാം. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ IPSRന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിൽ നൽകിയേക്കാം. അതിലെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ IPSRന്റെ ടീമിൽ നിന്ന് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏതായാലും ഈ ഒരു പുതിയ ഒരു അവസരം അത് നമ്മളുമായിട്ട് ഷെയർ ചെയ്ത ഡോക്ടർ മെൻഡസ് ജേക്കബ് സാറിനോടുള്ള നന്ദി അറിയിക്കട്ടെ. താങ്ക് യു സാർ. താങ്ക് യു. അപ്പം ഈ ഒരു വീഡിയോ അതൊരുപക്ഷെ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല. നിങ്ങളുടെ കൂട്ടുകാർ, പ്രത്യേകിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ താല്പര്യമുള്ള അല്ലെ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഏതായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.